നമ്മുടെ രാജ്യത്തെ മോദിയും നിർമ്മല സീതാരാമനും എവിടെ കൊണ്ടെത്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരം ലോക ബാങ്കിന്റെ ഏഷ്യ ചീഫായിട്ടുള്ള ഹാൻസ് ടിമ്മർ പറയും. ഹാൻസ് ടിമ്മർ PTIക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെ: നേപ്പാളും ബംഗ്ലാദേശും ഇന്ത്യയേക്കാൾ ഒരുപാട് മുന്നിലാകും സമ്പദ് വ്യവസ്ഥയിൽ. കാരണം അവർക്കിടയിൽ വലിയ വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത്. എന്നാൽ ഇന്ത്യയുടെ അവസ്ഥയാവട്ടെ ഇനി വരുന്ന സാമ്പത്തിക വർഷത്തിൽ വലിയ രീതിയിൽ കൂപ്പുകുത്തുന്ന തരത്തിലേക്ക് ഇന്ത്യ കടന്നു പോകുമെന്ന വലിയ നിർദ്ദേശമാണ് ലോക ബാങ്കിന്റെ ഏഷ്യ ചീഫായിട്ടുള്ള ഹാൻസ് ടിമ്മർ നൽകിയിട്ടുള്ളത്. ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാവുന്ന വലിയ കാര്യമെന്ന് പറയുന്നത് ഈ സാമ്പത്തിക തകർച്ച നമ്മുടെ വ്യാപാര മേഖലകളിലൊക്കെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. പലരും പറയുന്ന കാര്യമെന്ന് പറയുന്നത് കച്ചവടമില്ല, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വ്യാപാരികൾ വരെ പറയുന്ന ഒരവസ്ഥയിലോട്ട് നമ്മുടെ രാജ്യം എത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളമാണ് നമ്മുടെ രാജ്യത്തെ മാന്ദ്യം പിടിക്കപ്പെട്ടിട്ടുള്ളത്? അത് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെയും നിർമ്മല സീതാരാമന്റെയും ഇടപെടലുകളൊക്കെ രാജ്യത്തെ ഒരുപാട് താഴ്ചയിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് അപകടകരമായ നീക്കം തന്നെയാണ്. ഇതിനെ എത്രയും പെട്ടെന്ന് പ്രതിരോധിക്കേണ്ടതിരിക്കുന്നു. അതായത് മൻമോഹൻ സിംഗിനെ പോലെയുള്ള മുതിർന്ന സാമ്പത്തിക വിദഗ്ധന്മാരെ രാജ്യം മുന്നോട്ട് കൊണ്ടുവന്ന് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ രാജ്യം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് പോകുമെന്ന സൂചന തന്നെയാണ് നമുക്ക് ലോക ബാങ്കിന്റെ ഏഷ്യ ചീഫായിട്ടുള്ള ഹാൻസ് ടിമ്മറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കാൻ പറ്റുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.